പ്ലാസ്റ്റിക് കവറിന് മുകളിൽ കൂടി കൈയൊന്ന് ഓടിച്ചപ്പോൾ അത് വെറും മണ്ണ് പോലെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഒരുപക്ഷെ അത് മണ്ണ് രീതിയിലുള്ള കാര്യങ്ങളാണ് എടുത്ത് പുറത്തേക്ക് വെച്ചത്. പക്ഷേ ചിലതൊക്കെ നല്ല ഘനമുള്ള വസ്തുക്കൾ തന്നെയാണ്. അതാണ് കൃത്യമായും സോമൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ നിരവധി വസ്തുക്കൾ, നിരവധി കാര്യങ്ങൾ ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നിന്നും ഈ പരിസരത്ത് നിന്നും സോമൻ ശേഖരിച്ചിട്ടുണ്ട്. സോമൻ ആ ശേഖരിച്ച കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല്ലുകളോ അല്ലെങ്കിൽ അസ്ഥികളോ ഒക്കെ ആണെങ്കിൽ അത് ഇത്ര വർഷം കഴിയുമ്പോൾ അത് മണ്ണോട് മണ്ണ് ചേരുമെന്നൊക്കെ നാം പറയുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ അസ്ഥിയുടെയൊക്കെ ആ പൂർണ്ണ രൂപത്തിൽ തെളിവായി ലഭിക്കണം എന്നില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ശാസ്ത്രീയ അന്വേഷണങ്ങളൊക്കെ വളരെയധികം പുരോഗമിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ ഒരു തുമ്പ് കിട്ടിയാൽ പോലും അത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി കൃത്യമായും അതൊരു കൊലപാതകമാണോ എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഇപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് മൂടുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കിട്ടേണ്ട തെളിവ് കിട്ടി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ സ്ഥലത്ത് സോമൻ കൃത്യമായും വല മുകളിൽ വിരിച്ചത്. ഇനിയൊരു പക്ഷേ അതിനകത്തേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒപ്പം തന്നെ ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഇപ്പോഴും ധാരാളം മലിന ജലം ഉണ്ട്, മലിന വസ്തുക്കളുണ്ട്. അത് ഇപ്പോഴും ഇവിടെ ഈ വെള്ളം ഈ ടാങ്കിനുള്ളിൽ നിന്നും മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക മോട്ടോർ സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ മലിനജലം കൊണ്ടുപോകുന്നതിനായിട്ട് ഒരു ടാങ്കർ ലോറിയും ഈ സമീപ സ്ഥലത്ത് തന്നെയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ടാങ്കർ ലോറി തയ്യാറായി ഇപ്പോൾ പുറകോട്ടേക്ക് വരുന്നുണ്ട്. റിവേഴ്സ് എടുത്ത് വണ്ടി വരുന്നുണ്ട്. അത് വീടിൻ്റെ ഈ റോഡിൽ തന്നെയാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മലിന ജലം ഇതിനകത്തേക്ക് വലിച്ചു മാറ്റി ടാങ്കർ ലോറിക്കകത്തേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. കാരണം ഇതിനകത്ത് ധാരാളം വെള്ളവും ഒപ്പം തന്നെ മാലിന്യവും കിടപ്പുണ്ട്. അപ്പോൾ ശക്തിയേറിയ മോട്ടോർ ഉപയോഗിച്ചായിരിക്കും ഈ വെള്ളം മാറ്റുക. ഇനി അങ്ങനെ ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു എന്ന് നാം അനുമാനിക്കുന്നു. ഒപ്പം തന്നെ ഇനിയും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതിനായി തീർച്ചയായിട്ടും ഇതിനകത്തെ മലിനജലം വറ്റിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ പറ്റിച്ചെങ്കിൽ മാത്രമേ സോമന് അതിനകത്തേക്ക് ഇറങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഈ മുകളിൽ കിടന്ന മാലിന്യം അതിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് സോമൻ തൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരശേഖരണം നടത്തിയ ഒരു അന്വേഷണത്തിലേക്ക് പോയത്. അത് മാലിന്യത്തിൻ്റെ മുകളിൽ കിടന്ന വസ്തുക്കളാണ് എടുത്ത് പുറത്തേക്കിട്ടത്. ഇനിയിപ്പോൾ ഇതിന് അടിവശത്ത്, കാരണം അന്ന് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ മൃതദേഹാവശിഷ്ടം ഇതിനകത്തിട്ട് മൂടിയതിന് ശേഷം വീണ്ടും എത്രയോ മഴകളും കാര്യങ്ങളൊക്കെ കടന്നുപോയി. അപ്പോൾ അതിന് മുകളിൽ വീണ്ടും വെള്ളം നിറയാനുള്ള സാധ്യതയുണ്ട്, അത് കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിനടുത്തിട്ട് എവിടെയാണോ അവിടെ വരെ പരിശോധിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ രണ്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ ഇരുവശത്തും വല അതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം വലയുടെ രണ്ട് വശത്തും വല ഇളകി പോകാതിരിക്കുന്നതിനായി രണ്ട് വലിയ കല്ലുകൾ സോമൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ആയുധം കൂടി, അത് നേരത്തെ അത് കുഴി കുത്താൻ ഉപയോഗിച്ച ഒരു ആയുധം കൂടി അതിൻ്റെ വശത്ത് സോമൻ്റെ സഹായി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തു നിന്നും വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇനി വേറെ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള തെളിവുകൾ കിട്ടുമോ എന്ന് അറിയാൻ കഴിയുക. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ കുഴിയിലേക്ക്, അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ രണ്ടാമത്തെ കുഴിയിലേക്ക് സോമൻ ഇറങ്ങുകയാണ്. അദ്ദേഹം നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് സോമൻ്റെ വയർ ഭാഗത്തോളം, അതായത് അരയുടെ ഭാഗത്തോളം ആഴമുണ്ട്. അത് പക്ഷേ അടിയിലേക്ക് എത്ര ആഴമുണ്ടെന്ന് നമുക്കറിയില്ല. സോമൻ ആ മാലിന്യം അത് ഒരു ബക്കറ്റിൽ ശേഖരിച്ച് അരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വിവരം കിട്ടുന്നത്. സോമൻ കൃത്യമായും രണ്ടാമതുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം പുറത്തേക്കെടുത്ത് അത് ഇടതുവശത്തുള്ള സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന വലയിലേക്ക് വെക്കുകയാണ്. അത് കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണൽ അരിക്കുന്നത് പോലെ ഈ മാലിന്യം സോമൻ അരിക്കാൻ ശ്രമിക്കുന്നു. ആ മാലിന്യം അത് അരിച്ചു കഴിയുമ്പോൾ അത് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ഉറപ്പായും ഇതിനകത്തുള്ള ദ്രവരൂപത്തിലുള്ള മാലിന്യമെല്ലാം ഈ കുഴിയിലേക്ക് പോവുകയും ഖരരൂപത്തിലുള്ളതെല്ലാം അതെല്ലാണെങ്കിൽ പോലും, എല്ലിൻ്റെ അംശമാണെങ്കിൽ പോലും ആ വലയിൽ തങ്ങി നിൽക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ പോലീസിന് അത് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ആണെങ്കിൽ അപ്പോൾ സോമൻ കൃത്യമായും ആ ഒരു പരിശോധനയിലേക്കാണ് പോകുന്നത്. ചുറ്റും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മറ്റൊരാൾ കൃത്യമായും ഈ വലയിലേക്ക്, ആ മാലിന്യത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാലിന്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം എല്ലിൻ്റെ കഷ്ണങ്ങളോ 15 വർഷങ്ങൾക്കിപ്പുറം എന്തെങ്കിലും ഒരു തെളിവിൻ്റെ അവശിഷ്ടം ഉണ്ടെങ്കിൽ അത് ആ വലയിൽ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷ അതൊപ്പം ഈ സോമനുമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമുണ്ട്. ഈ രണ്ടാമത് സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് ഇപ്പോൾ മാലിന്യം എടുത്ത് സോമൻ മറുവശത്തുള്ള സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന വലയിലേക്ക് ഇടുന്നത്. അത് ഇപ്പോഴും ആ ഒരു യത്നം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ സോമൻ ആ കുഴിയിൽ നിന്നും അല്പം അതായത് ഈ പുതിയ വീട് വെച്ചപ്പോൾ നിർമ്മിച്ച സെപ്റ്റിക് ടാങ്കിലാണ് ഈ വല വെച്ചിരിക്കുന്നത്.
ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ പഴയ സെപ്റ്റിക് ടാങ്ക് എത്ര കാലം അതിനുശേഷം തുറന്നിരുന്നു, അല്ലെങ്കിൽ അതിൽ കൂടുതലായി ഈ മാലിന്യ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ, പ്രാഥമിക വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? കാരണം ഈ മൃതദേഹം അടിയിലേക്കായി പോകാനുള്ള, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ ഏറ്റവും അടിത്തട്ടിലേക്ക് ചെന്ന് പറ്റാനുള്ള ഒരു സാധ്യതയൊക്കെ ആ ടാങ്കിൽ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും സുജയ, അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം ഈ 2 സെപ്റ്റിക് ടാങ്കുകളാണ് ഉള്ളത്. ഇത് കാലപ്പഴക്കമുള്ള സെപ്റ്റിക് ടാങ്ക് തന്നെയാണ്. നാം ഈ തുടക്കത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് തന്നെയായിരിക്കാം. അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 15 വർഷങ്ങൾക്കപ്പുറമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പുതിയ വീട് നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന സെപ്റ്റിക് ടാങ്ക് ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ടൊരു സെപ്റ്റിക് ടാങ്ക് കൂടി ഇവിടെ നിർമ്മിച്ചിരിക്കാം. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് സോമൻ അതിനകത്ത് ഗ്ലൗസ് ഇട്ടുകൊണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഖര പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സോമൻ്റെ കൈകളിൽ ചില വസ്തുക്കൾ തങ്ങുന്നുണ്ട്. അത് കൃത്യമായും എടുത്ത് അത് അപ്പുറത്തുള്ള ഭാഗത്തേക്ക് ഇടുന്നുണ്ട്. അത് ഏതെങ്കിലും രീതിയിലുള്ള എല്ലിൻ കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ എന്നാണ് സോമൻ കൃത്യമായും നോക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ ഈ കേസിന് ഇനി പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ ഇത് വെറും തിരോധാനമായി മാറും. ഇപ്പോൾ ഏതായാലും സോമൻ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ കൃത്യമായും ആ മാലിന്യത്തിനുള്ളിൽ കൈയിട്ടുകൊണ്ട് ആ ഗ്ലൗസ് ഇട്ട കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും വസ്തുക്കൾ എടുത്ത് ഖരം രീതിയിലുള്ള വസ്തുക്കൾ എടുത്ത് സമീപത്തേക്ക് മാറ്റിയിടുകയാണ്. ഇപ്പോൾ ആ വല ഉയർത്തി അത് കുറച്ചുകൂടി വശത്തേക്ക് ആക്കുന്നുണ്ട്. വെള്ളം തുടർച്ചയായി വലയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളത്. DYSP ഉൾപ്പെടെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള തുടരന്വേഷണവും ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. കൃത്യമായും സംശയമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു. അതായത് ആ വലയിലൂടെ, അതായത് തീരെ കണ്ണികൾ അടുത്തിട്ടുള്ള വലയാണ്. ആ നെറ്റിലൂടെ കൃത്യമായി ഈ സാധനങ്ങൾ, അത് എല്ലിന്റെ ചെറിയ കഷ്ണമാണെങ്കിൽ പോലും അത് അതിൽ അടിഞ്ഞു നിൽക്കും, പല്ലിന്റെ കഷ്ണമാണെങ്കിലും അടിഞ്ഞു നിൽക്കും. അങ്ങനത്തെ വളരെ നേർത്ത കണ്ണികളുള്ള ഒരു വലയാണത്. അത് ഈ അരിപ്പയായി അതിനെ ഉപയോഗിക്കുന്നു. ഈ ചെളി അതെല്ലാം പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ കൃത്യമായി അതിനുള്ളിലുള്ള സാധനങ്ങൾ എന്താണ് എന്ന് അറിയാൻ കഴിയും. ഓരോ ബക്കറ്റായി അതിൽ നിന്ന് കോരി ഇതിലേക്ക് ഇടുകയും അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമവും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് പഴയ സെപ്റ്റിക് ടാങ്ക്, കല താമസിച്ചിരുന്ന പഴയ വീടുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സെപ്റ്റിക് ടാങ്ക്, സ്വാഭാവികമായും അതിലായിരിക്കും മൃതദേഹം കുഴിച്ചിട്ടുണ്ടാവുക എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും ഈ മാലിന്യം കോരി ഇപ്പുറത്തുള്ള പുതുതായി നിർമ്മിച്ച സെപ്റ്റിക് ടാങ്കിൽ വിരിച്ചിരിക്കുന്ന വലയിലേക്ക് ഒഴിക്കുകയാണ്. അത് ഓരോ ബക്കറ്റായി ഒഴിക്കുന്നു, എന്നിട്ട് അതിൽ പരതുന്നു. കൃത്യമായി അതിൽ നിന്ന് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക, ആ ശ്രമമാണ് ഇപ്പോൾ സോമൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇലന്തൂർ നരബലി കേസിലടക്കം മൃതദേഹാവശിഷ്ടങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ഒരു ട്രാക്ക് റെക്കോർഡ് കൂടി സോമനുണ്ട് എന്നതും വളരെ പ്രസക്തമാണ്, അല്ലേ പ്രവീൺ? തീർച്ചയായും സുജയ, ആ ട്രാക്ക് റെക്കോർഡ് വളരെ നിർണായകം തന്നെയായിരുന്നു. കാരണം അത് ഇലന്തൂർ നരബലി കേസ് മാത്രമല്ല, അതിനു മുമ്പുള്ള എത്രയോ കേസുകൾ സോമൻ പോലീസിന് സഹായമായിട്ടുണ്ട്. പ്രത്യേകിച്ചും മൃതദേഹങ്ങൾ ഈ നദികളിൽ, വലിയ കയങ്ങളിൽ പോകുന്ന മൃതദേഹങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സോമൻ പറയുന്നത് അത് വളരെ ഈസിയായി, അദ്ദേഹം താല്പര്യത്തോടു കൂടി തന്നെ ആര് അങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടാലും വലിയ ആഴങ്ങളിലേക്ക് പോകാൻ